ഹലോ, ഹായ്, ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ വളരെ കൂളായിട്ടാണ് ഞങ്ങൾ എടുത്തു വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്നെക്കുറിച്ചാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ 2024 കഴിയാറായില്ലേ? ഏകദേശം ഒരു 9 ദിവസം കൂടി ബാക്കിയുള്ളൂ. 2025 അത് പുതിയ വർഷം. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പുതിയ വർഷത്തിൽ നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, കുറേ സംഭവങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2024 കഴിഞ്ഞു. എത്ര പെട്ടെന്ന് കഴിഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്ന് കഴിഞ്ഞു. ജനുവരി മുതൽ ഡിസംബർ വരെ പോയത് എങ്ങനെയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ഫാസ്റ്റായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ ഈ 2024 എനിക്ക് എന്തൊക്കെ തന്നു എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് വെച്ച കുറച്ച് കാര്യങ്ങൾ കേട്ടോ, അത് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണണേ. അപ്പോൾ 2024 തുടക്കം 2024 ജനുവരിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ജനുവരിയിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുംബൈയിലായിരുന്നു, അറിയാലോ. മുംബൈയിലാണ് ഇപ്പോഴും. അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 2024 ജനുവരിയിൽ ഞാൻ നാട്ടിൽ പോയി, കേരളത്തിൽ പോയി. കോഴിക്കോടാണ് പോയത്. കോഴിക്കോട് ചെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫാമിലി ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണം കൂടി കേട്ടോ. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരെന്ത് ചെയ്യുക, ആ വീഡിയോ പോയി കാണുക. ഓക്കെ, കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ജനുവരി ടൈമിലായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോകുന്നത്. അതും നിങ്ങൾ വിചാരിക്കും, അയ്യോ അതുവരെ കല്യാണത്തിന് പോയിട്ടില്ലേ? അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ മാറിയതിന് ശേഷം ആദ്യമായിട്ട് പോകുന്ന ഒരു കല്യാണം കേട്ടോ. അപ്പോൾ ഒരു ഹിന്ദു മാരേജ് ആയിരുന്നു. അപ്പോൾ കല്യാണം കൂടിയപ്പോൾ ഭയങ്കര സന്തോഷം. കല്യാണത്തിൻ്റെ തലേന്നിൻ്റെ തലേന്നും 2-3 ദിവസമായിട്ട് ഞാൻ കല്യാണ വീടും പരിസരത്തും ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഫീൽ ചെയ്തു. കാരണം നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, അത് തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു ആ കല്യാണം കൂടിയപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സ്, കുടുംബക്കാർ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ആ ഓർമ്മകളിലോട്ട് പോയിട്ട് മൈൻഡ്. അപ്പോൾ കല്യാണ തലേന്ന് അവരായിട്ട് മിങ്കിൾ ചെയ്തു, അവിടുത്തെ ആളുകളായിട്ട് സംസാരിക്കുക, ഭയങ്കര ഒരു പോസിറ്റീവ് എന്താ പറയുക, നമ്മൾ ആ ഓർമ്മകൾ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നത് എനിക്ക് ഭയങ്കര അധികം മറക്കാൻ പറ്റുന്ന അനുഭവമായിരുന്നു. അതുപോലെ കല്യാണ ദിവസവും. അപ്പം നമുക്കൊരു സന്തോഷം, ഭയങ്കര സന്തോഷം എനിക്ക് തോന്നിയിട്ട് ആദ്യമായിട്ട് കൂടുന്നൊരു കല്യാണം. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കേരളത്തിലൊക്കെ നിന്നു. പിന്നെ കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി നോക്കി. വീട്ടിൽ പോകാൻ നോക്കിയ സമയത്ത് എനിക്ക് അവരെ കാണാൻ പറ്റിയില്ല, വീട്ടുകാരെ കാണാൻ സാധിച്ചില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല, വീട്ടുകാരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതായത് എനിക്ക് വീട്ടുകാരെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഫാദറിനെയും മദറിനെയൊക്കെ. പക്ഷെ അവർക്ക് കാണണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ഓക്കെ, അപ്പോൾ അത് ഞാൻ വിട്ടു. അപ്പോൾ സന്തോഷം സങ്കടം ഒന്നിച്ചു വന്നു. പിന്നെ ഉള്ള കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്യാവശ്യം നല്ല വണ്ണമുള്ള ആളായിരുന്നു കേട്ടോ, നല്ല വണ്ണമുള്ള ആളായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 82 kg വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് മെയ് തൊട്ടാണ്, ഏപ്രിൽ മെയ് തൊട്ടാണ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡയറ്റും ഉണ്ട്, അതിൻ്റെ കൂടെ ഡയറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ ഏകദേശം വണ്ണം കുറഞ്ഞു. ഇപ്പോൾ ഒരു 63-64 വെയിറ്റിലൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, വെയിറ്റ്. ഓക്കെ, അപ്പോൾ അതായത് ഞാൻ നല്ല രീതിയിൽ വണ്ണം കുറഞ്ഞു, നല്ല പോലെ കുറച്ച് സ്ലിമ്മായി, അങ്ങനെ കുറേ സംഭവങ്ങൾ. വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, മസിൽസൊക്കെ ഏകദേശം വന്നു, കുറച്ചൊക്കെ വന്നു കേട്ടോ, ഒരുപാടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബോഡി ഫിസിക്ക് കുറച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2024 എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണത്, എൻ്റെ വെയിറ്റ് കുറഞ്ഞത്. അപ്പോൾ അത് ചില്ലറ കാര്യമില്ല കേട്ടോ, കാരണം അതിന് നല്ല രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ഡയറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി കാർബോ കട്ട് ചെയ്തു, ഓയിൽ കട്ട് ചെയ്തു, ഷുഗർ കട്ട് ചെയ്തു. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, കൺസിസ്റ്റൻറ്റ്. ഞാൻ ഭയങ്കര രീതിയിൽ ഞാൻ ഹാർഡായിട്ട് തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ബോഡി നല്ല രീതിയിൽ മാറ്റം വരുത്തി വരുന്നുണ്ട്. ഇതിന് ഭയങ്കര ഒരു ക്ഷമ വേണം, പേഷ്യൻസ് വേണം. കാരണം നമ്മളിപ്പോൾ ഒരു പരിപാടിയിലൊക്കെ പോവുക, എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാകും, നമ്മളെന്തായാലും ഫുഡ് കഴിക്കും, നമ്മൾ മനുഷ്യരാണ്. നമുക്കപ്പോൾ ഈ ഡയറ്റും ക്ഷമയൊന്നും ഉണ്ടാവില്ല, നമ്മൾ കഴിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തു. മാക്സിമം ഞാൻ കഴിക്കും, പക്ഷെ ലിമിറ്റ് കുറച്ച് കഴിക്കും. മാത്രമല്ല ഞാൻ പിറ്റേന്ന് അതിൻ്റെ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യുക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ 2024 വേറെ സംഭവിച്ച കാര്യം, ഞാൻ ഓൾറെഡി ഒരു MBA
ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു MBAയും കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു അവസരം കിട്ടി കേട്ടോ. ആ സംഭവം കൂടെ എനിക്ക് ഇതിന്ന് സാധിച്ചു. LP യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് ഒരു MBAയും കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇത് തന്നത്. അപ്പം അതിപ്പോൾ ജസ്റ്റ് നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഞാൻ അത് ഫ്രീ ആണ്. അത് അവർ ഓൾറെഡി കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊരാൾ ഞാനാണ്. ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേർക്ക് ഒരു അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ഓക്കെ, അപ്പം എനിക്ക് ഫ്രീ ആയിട്ട്, എനിക്ക് ഒരു പോലും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പഠിക്കാം MBA. അപ്പോൾ ഞാനത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലാണ് ആ MBA എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡബിൾ MBAക്കാരനാവുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എനിക്ക്. ഓൾറെഡി ഒരു MBA, പിന്നെ ഈ ഇപ്പോൾ ഒരു MBA. അത്യാഗ്രഹമൊന്നുമല്ല കേട്ടോ, പക്ഷേ ഒരാഗ്രഹം ഇത് MBA ഡബിൾ എടുക്കാൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം അതുകൊണ്ട് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് 2024 കിട്ടിയ വേറൊരു പോസിറ്റീവ് കാര്യം. പിന്നെ 2024 ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഗോൾഡും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ആകെ ഞാൻ വന്ന സമയത്ത് ഒരു ആ ഗോൾഡ് പണയം വെച്ചേക്കുമായിരുന്നു, എൻ്റെ ആവശ്യത്തിന് വേണ്ടി പണയം വെച്ചേക്കുമായിരുന്നു. പിന്നെ ചെറിയ കമ്മൽ, മോതിരമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി. അപ്പോൾ അതൊക്കെ ഞാൻ വിറ്റു എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം അന്നൊന്നും കയ്യിൽ പൈസ ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. കഞ്ഞിക്ക് വകയില്ല എന്ന് പറയാം, കഞ്ഞിക്ക് വകയില്ല. അപ്പോൾ അതിൻ്റെ ഒരു താമസത്തിൻ്റെ ആവശ്യത്തിനും മറ്റുള്ള ചിലവുകൾക്കും വേണ്ടിയിട്ട് ആ പൈസ ആ ഗോൾഡ് വിൽക്കേണ്ടി വന്നൊരവസ്ഥ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ തിരിച്ചെടുത്തു. അപ്പോൾ അത് ഗോൾഡ് ചെയിൻ, സ്വർണ്ണത്തിന് ചെയിൻ വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ കുറേ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു കേട്ടോ 2024. കാരണം പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരിച്ചെടുക്കുന്ന സംഭവമാണ് ഞാൻ നോക്കിയിട്ടുള്ളത് 2024. ഓക്കെ, അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി, എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ 2024 വലിയ സന്തോഷം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി, പക്ഷേ അതിന് പൈസ ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. അത് ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ട്. നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, കാരണം ഈ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് മാത്രം കാര്യമില്ല. അതിൽ പിന്നീട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വ്യൂസിനനുസരിച്ചാണ് നമുക്ക് ഇത് വരിക. അപ്പോൾ ഇതുവരെ എനിക്ക് പേയ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ വരുമ്പോൾ ഞാനത് വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പം ആ മോണിറ്റൈസ്ഡ് ആയത് വലിയൊരു സന്തോഷമാണ്. കാരണം 4000 വാച്ച് ഹവറും 1000 സബ്സ്ക്രൈബേഴ്സും ആവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലും 4000 വാച്ച് ടൈം ആവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് അത് മോണിറ്റൈസ്ഡ് ആയത് വളരെ വളരെ സന്തോഷം എനിക്ക് തോന്നി. കാരണം എൻ്റെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. കാരണം നമ്മളിങ്ങനെ സിംഗിളായി ജീവിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ഭയങ്കര മെമ്മറീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ വളരെയധികം എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ച ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത്രത്തോളം അതൊരു എനിക്കൊരു പ്രിഷ്യസ് ആയിട്ടുള്ള ഇതായതുകൊണ്ട്. 2024 സംഭവങ്ങൾ, ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ. ഇൻസ്റ്റ വഴി ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കിങ്ങനെ കൂടുതലായിട്ട് ഡേ ബൈ ഡേ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് 2025 കിട്ടിയിട്ടുണ്ട്. 2024 കിട്ടിയിട്ടുണ്ട്. 2025 ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെ പറയാം. 2024 എനിക്ക് കിട്ടി സന്തോഷം. പിന്നെ ഞാൻ മാട്രിമോണിയിൽ ആഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നവംബറിലാണ് കൊടുത്തത്. സോ അത് കൊടുത്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തു, ഒരുപാട്. അപ്പോൾ അതിൽ നിന്നും കുറേ ഫ്രണ്ട്സിനെ കിട്ടി, ഫ്രണ്ട്സ് കേട്ടോ, ജസ്റ്റ് നോർമൽ ടോക്കിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ അതൊക്കെ ഭയങ്കരധികം പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ ഭയങ്കരധികം ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മളെ ലൈഫിൽ ഇത്രയും കാലമായിട്ട് മിണ്ടൂരാന്ന് വിചാരിച്ച കുറേ ആൾക്കാരുണ്ട് ഫ്രണ്ട്സിൽ തന്നെ. അപ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് മിണ്ടി, അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി കേട്ടോ. നല്ല രീതിയിൽ പോസിറ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ലൈഫിൽ വന്നു. പിന്നെ കൂടുതലായിട്ട് എനിക്കൊന്നും ഇതിൽ പറയാനില്ല. എൻ്റെ ലൈഫിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓർത്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഓർക്കാതെ എന്തൊക്കെയാണുള്ളത് എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ഓർമ്മയില്ല, അതാണ്. അപ്പോൾ ഓർമ്മയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഇത്രയും ഓർമ്മകളൊക്കെയാണ് കയ്യിലുള്ളത്. 2024 എനിക്ക് നല്ലൊരു വർഷമായിരുന്നു തന്നെ എനിക്കിപ്പോഴും പറയാം. എനിക്ക് മോശമായിട്ടുള്ള പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി 2025 എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായിരിക്കും എന്നുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു വർഷമായിരിക്കും എനിക്ക്.
ഒരുപാട് പ്ലാൻസൊക്കെ ഉണ്ട്, എന്തായാലും സെറ്റാക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ സങ്കടമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് 2024. സോ അതങ്ങനെയാണല്ലോ, നമുക്ക് ഏത് വർഷവും നല്ലതും ചീത്തവും ഉണ്ടാവും, അതുപോലെ തന്നെ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക, 2025 എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. എന്തായാലും പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു നല്ല വർഷമായിരിക്കണം എന്നുള്ളത്. അപ്പം നിങ്ങളെ എന്തൊക്കെയാണ് നിങ്ങളെ 2024 നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ? നിങ്ങൾക്ക് നല്ലതാണോ ചീത്തതാണോ, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സർപ്രൈസോ കാര്യങ്ങളോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ 2024 എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. 2024 കഥ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. ഓക്കെ, സോറി കേട്ടോ, നിങ്ങളെ പ്രയേഴ്സിൽ എന്നെ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ബൈ.